1 രാജാക്കന്മാർ അധ്യായം 9. സോളമൻ ദേവാലയവും കൊട്ടാരവും താൻ ആഗ്രഹിച്ചതൊക്കെയും പണിതു പൂർത്തിയാക്കി. ഗിബെയോനിൽ വെച്ച് എന്നതുപോലെ കർത്താവ് വീണ്ടും അവന് പ്രത്യക്ഷനായി. അവിടുന്ന് അരുളി ചെയ്തു, നീ എൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും ഞാൻ ശ്രവിച്ചു. നീ നിർമ്മിക്കുകയും എന്നേക്കുമായി എൻ്റെ നാമം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ ആലയം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ അവിടെ ഉണ്ടായിരിക്കും. നിന്റെ പിതാവിനെ പോലെ നീയും ഹൃദയ നൈർമല്യത്തോടും പരമാർത്ഥതയോടും കൂടെ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുകയും ഞാൻ കൽപ്പിച്ചതെല്ലാം നിർവഹിക്കുകയും എൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കുകയും ചെയ്താൽ ഇസ്രായേൽ സിംഹാസനം വാഴാൻ നിന്റെ വംശത്തിൽ സന്തതി അറ്റുപോകുകയില്ല എന്ന് നിന്റെ പിതാവായ ദാവീദിനോട് ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ ഇസ്രായേലിൽ നിന്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും. നീയോ നിന്റെ മക്കളോ എന്നെ ഉപേക്ഷിച്ച് എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതെ അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ഞാൻ നൽകിയിരിക്കുന്ന ദേശത്തു നിന്ന് ഇസ്രായേലിനെ ഞാൻ വിച്ഛേദിക്കും. എനിക്ക് വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ച ഈ ആലയം എൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ നീക്കിക്കളയും. ഇസ്രായേൽ സകല ജനതകളുടെയും ഇടയിൽ പരിഹാസപാത്രവും പഴമൊഴിയുമായി പരിണമിക്കും. ഈ ആലയം നാശകൂമ്പാരമായി തീരും. അടുത്തുകൂടെ കടന്നു പോകുന്നവർ സ്തബ്ധരായി ചോദിക്കും, ഈ ദേശത്തോടും ആലയത്തോടും എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചെയ്തത്? തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിക്കുകയും അന്യദേവന്മാരുടെ പിന്നാലെ പോയി അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ടാണ് കർത്താവ് അവർക്ക് ഈ നാശം വരുത്തിയതെന്ന് അവർ തന്നെ ഉത്തരവും പറയും. കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും പണിയാൻ സോളമൻ 20 വർഷം എടുത്തു. തനിക്ക് ആവശ്യമുള്ള സരളമരവും ദേവദാരുവും സ്വർണവും നൽകിയ ടൈറിലെ ഹീറാം രാജാവിന് സോളമൻ ഗലീലി പ്രദേശത്ത് 20 നഗരങ്ങൾ കൊടുത്തു. സോളമൻ സമ്മാനിച്ച നഗരങ്ങൾ കാണാൻ ഹീറാം ടൈറിൽ നിന്ന് വന്നു. അവന് അവ ഇഷ്ടപ്പെട്ടില്ല. അവൻ ചോദിച്ചു, സഹോദര, എന്തു തരം നഗരങ്ങളാണ് എനിക്ക് ഈ നൽകിയത്? അതിനാൽ അവ കാബൂൽ എന്ന് ഇന്നും അറിയപ്പെടുന്നു. ഹീറാം 120 താലന്ത് സ്വർണം സോളമന് കൊടുത്തിരുന്നു. കർത്താവിൻ്റെ ആലയം, സ്വന്തം ഭവനം, മില്ലോ, ജെറുസലേമിൻ്റെ മതിൽ, ഹസോർ, മഗിദോ, ഗേസർ, ഈജിപ്തിലെ രാജാവായ ഫറവോ പിടിച്ചെടുക്കുകയും ചുട്ടരിക്കുകയും അവിടെ വസിച്ചിരുന്ന കാനാൻകാരെ വധിച്ചതിന് ശേഷം സോളമന് ഭാര്യയായി നൽകിയ തൻ്റെ പുത്രിക്ക് സ്ത്രീധനമായി കൊടുക്കുകയും ചെയ്ത നഗരമാണ് ഗേസർ. സോളമൻ അത് പുതുക്കി പണിതു. താഴത്തെ ബെത്ഹോറോൺ, യൂദാ മരുപ്രദേശത്തെ ബാലാത്ത്, താമാർ, സോളമൻ്റെ സംഭരണ നഗരങ്ങൾ, രഥങ്ങൾക്ക് വേണ്ടിയുള്ള പട്ടണങ്ങൾ, കുതിരക്കാർക്ക് വേണ്ടിയുള്ള പട്ടണങ്ങൾ എന്നിവയും ജെറുസലമിലും ലബനോനിലും തൻ്റെ അധികാരത്തിൽപ്പെട്ട മറ്റു പ്രദേശങ്ങളിലും താൻ പണിയാൻ ആഗ്രഹിച്ചവയും നിർമ്മിക്കാൻ സോളമൻ ചെയ്യിച്ച അടിമവേലയുടെ വിവരം ഇതാണ്. ഇസ്രായേൽക്കാരിൽ ഉൾപ്പെടാത്ത അമോര്യർ, ഹിത്യർ, പെരീസ്യർ, ഹെവ്യർ, യബൂസ്യർ എന്നിവരിൽ അവശേഷിച്ച സകലരെയും സോളമൻ അടിമവേലയ്ക്ക് നിയോഗിച്ചു. അവർ ഇന്നും അങ്ങനെ തുടരുന്നു. ഇസ്രായേൽ ജനത്തിന് ഉന്മൂലനം ചെയ്യാൻ സാധിക്കാതെ അവശേഷിച്ചവരുടെ മക്കളായിരുന്നു ഇവർ. ഇസ്രായേലിൽ നിന്ന് ആരെയും സോളമൻ ദാസ്യവേലയ്ക്ക് നിയോഗിച്ചില്ല. അവർ അവൻ്റെ യോദ്ധാക്കളും അംഗരക്ഷകരും സേനാനായകന്മാരും ഉപസേനാനായകന്മാരും അശ്വരഥ സൈന്യങ്ങളുടെ അധിപന്മാരും ആയിരുന്നു. സോളമൻ ചെയ്തു തീർത്ത ജോലികൾക്ക് മേൽനോട്ടം വഹിച്ചത് 550 മേലാളന്മാരാണ്. ഫറവോയുടെ മകൾ ദാവീദിൻ്റെ നഗരത്തിൽ നിന്ന് സോളമൻ അവൾക്ക് നിർമ്മിച്ചു കൊടുത്ത ഭവനത്തിലേക്ക് മാറി താമസിച്ചു. അതിനുശേഷം അവൻ മില്ലോ നിർമ്മിച്ചു. കർത്താവിന് നിർമ്മിച്ച ബലിപീഠത്തിൽ സോളമൻ ആണ്ടുതോറും 3 പ്രാവശ്യം
ദഹനബലികളും സമാധാനബലികളും അർപ്പിക്കുകയും കർത്താവിൻ്റെ മുമ്പിൽ ധൂപാർച്ചന നടത്തുകയും ചെയ്തു വന്നു. ദേവാലയ നിർമ്മാണം അവൻ പൂർത്തിയാക്കി. ഏദോമിൽ ചെങ്കടൽ തീരത്ത് ഏലോത്തിന് സമീപം എസിയോൻ ഗേബറിൽ സോളമൻ കപ്പലുകൾ പണിയിച്ചു. ആ കപ്പലുകളിൽ സോളമൻ്റെ സേവകന്മാരോടൊപ്പം ഹീറാം തൻ്റെ ദാസന്മാരെയും അയച്ചു. അവർ പരിചയമുള്ള നാവികരായിരുന്നു. അവർ ഓഫീറിൽ ചെന്ന് 420 താലന്ത് സ്വർണം കൊണ്ടുവന്ന് സോളമൻ രാജാവിന് കൊടുത്തു. Chapter 9. After Solomon finished building the temple of the Lord, the royal palace, and everything else that he had planned, the Lord appeared to him a second time, as he had appeared to him in Gibeon. The Lord said to him, I have heard the prayer of petition which you offered in my presence. I have consecrated this temple which you have built. I confer my name upon it forever, and my eyes and my heart shall be there always. As for you, if you live in my presence as your father David lived, sincerely and uprightly, doing just as I have commanded you, keeping my statutes and decrees, I will establish your throne of sovereignty over Israel forever, as I promised your father David when I said, You shall always have someone from your line on the throne of Israel. But if you and your descendants ever withdraw from me, fail to keep the commandments and statutes which I set before you, and proceed to venerate and worship strange gods, I will cut off Israel from the land I gave them, and repudiate the temple I have consecrated to my honor. Israel shall become a proverb and a byword among all nations, and this temple shall become a heap of ruins. Every passer-by shall catch his breath in amazement and ask, Why has the Lord done this to the land and to this temple? Men will answer, They forsook the Lord their God, who brought their fathers out of the land of Egypt. They adopted strange gods which they worshipped and served. That is why the Lord has brought down upon them all this evil. After the 20 years during which Solomon built the 2 houses, the temple of the Lord and the palace of the king, Hiram king of Tyre, supplying Solomon with all the cedar wood, fir wood, and gold he wished, King Solomon gave Hiram 20 cities in the land of Galilee. Hiram left Tyre to see the cities Solomon had given him, but was not satisfied with them. So he said, What are these cities you have given me, my brother? And he called them the land of Kabul, as they are called to this day. Hiram, however, had sent King Solomon 120 talents of gold. This is an account of the forced labor which King Solomon levied in order to build the temple of the Lord, his palace, Millo, the wall of Jerusalem, Hazor, Megiddo, Gezer. Pharaoh, king of Egypt, had come up and taken Gezer, and, after destroying it by fire and slaying all the Canaanites living in the city, had given it as a dowry to his daughter, Solomon's wife. Solomon then rebuilt Gezer, Lower Beth-horon, Baalath, Tamar in the desert of Judah, all his cities for supplies, cities for chariots and for horses, and whatever else Solomon decided should be built in Jerusalem, in Lebanon, and in the entire land under his dominion. All the non-Israelite people who remained in the land, descendants of the Amorites, Hittites, Perizzites, Hivites, and Jebusites, whose doom the Israelites had been unable to accomplish, Solomon conscripted as forced laborers, as they are to this day. But Solomon enslaved none of the Israelites, for they were his fighting force, his ministers, commanders, adjutants, chariot officers, and charioteers. The supervisors of Solomon's works, who policed the people engaged in the work, numbered 550. As soon as Pharaoh's daughter went up from the city of David to her palace, which he had built for her, Solomon built Millo. 3 times a year Solomon used to offer holocausts and peace offerings on the altar which he had built to the Lord, and to burn incense before the Lord, and he kept the temple in repair. King Solomon also built a fleet at Ezion-Geber, which is near Elath on the shore of the Red Sea in the land of Edom. In this fleet Hiram placed his own expert seamen with the servants of Solomon. They went to Ophir and brought back 420 talents of gold to King Solomon.